ഫ്രണ്ട്സ്, അതാ നമ്മൾ രാവിലെ തന്നെ പള്ളിയിൽ പോകുന്ന കാഴ്ചയാണത്. നമ്മൾ രാവിലെ തന്നെ പള്ളിയിൽ പോണ വഴിക്കാണ് നമ്മളൊരു കാര്യം അറിഞ്ഞത്. ഇന്ന് നാഷണൽ ബ്രദേഴ്സ് ഡേ ആണ്. ഇന്ന് US നാഷണൽ ബ്രദേഴ്സ് ഡേ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ആഘോഷമായിട്ട് തന്നെ ഇന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് നമുക്ക് ഓരോ കാരണങ്ങളുണ്ടല്ലോ, കേക്ക് മുറിക്കാനും സ്വീറ്റ്സ് കഴിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോ കാരണം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആഘോഷത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ സോബീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ നല്ലൊരു കേക്കിന് ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മളെപ്പോഴും വാങ്ങിക്കുന്നത് സോബീസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുർബാന കഴിഞ്ഞ അപ്പം തന്നെ സോബീസിൽ പോയി കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളതാ ഫ്രഷ് ഫ്രൂട്ട്, നമ്മുടെ സ്ട്രോബെറി ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ഒരു കേക്കാണ് നമ്മൾ എടുത്തത്. വളരെ നല്ല കേക്കായിരുന്നു കേട്ടോ. അതുപോലെ ഇവിടെ ഈ സോബീസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നമുക്ക് കേക്ക് മാത്രമല്ല എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അതായത് ചിക്കനൊക്കെ രാവിലെ തന്നെ അവർ എപ്പോഴും ഓഫറിന് ഇടാറുണ്ട്. $8, ചിലപ്പോൾ നമുക്ക് ലക്കി ആണെങ്കിൽ നമുക്ക് $10 ഓഫിനൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ഷോപ്പ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട്, കാനഡയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഷോപ്പുകളായിട്ട് അറിയപ്പെടുന്ന ഒരു ഷോപ്പിലൊന്നാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ റിവർ ബ്രീസിൻ്റെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് അഡൽസിന് $16 എങ്ങാണ്ടാണ്. നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ്, അല്ലെങ്കിൽ പിന്നെ $19 ഉണ്ടാവും. പക്ഷെ നമുക്കപ്പോൾ അത്രയും ഡോളേഴ്സ് ഒന്നും സ്പെൻഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഫ്ലവർ ഷോ കണ്ടിട്ട് നമ്മൾ പോന്നു. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിരുന്നു, വന്ന് നേരെ ഫുഡ് കഴിക്കാനിരിക്കുക മാത്രമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ സോബീസിൽ നിന്ന് തന്നെ നമ്മളൊരു ചെറിയൊരു വൈനും പിന്നെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആഘോഷമായിട്ട് തന്നെ ബ്രദേഴ്സ് ഡേ, അതുപോലെ നമ്മുടെ ചേട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേയുടെ കേക്ക് നമ്മൾ ഹാപ്പി ബർത്ത്ഡേയും കൂടി നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ ബർത്ത്ഡേക്ക് നമ്മുടെ കേക്ക് മുറിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്കൂട്ടനായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടായിരുന്നു നമ്മൾ നാഷണൽ ബ്രദേഴ്സ് ഡേ ആഘോഷിച്ചത്. അപ്പോൾ ഞങ്ങളുടെ വക എല്ലാ ബ്രദർമാർക്കും നാഷണൽ ബ്രദേഴ്സ് ഡേയുടെ എല്ലാവിധ ആശംസകളും സന്തോഷപൂർവ്വം നേരുന്നു. അതുപോലെ നമുക്ക് ഇനിയും ഇങ്ങനെ ഒരുപാട് ബർത്ത്ഡേയ്സും അതുപോലെ ബ്രദേഴ്സ് ഡേയും അതുപോലെ ഓരോരോ ദിവസങ്ങളും ആഘോഷമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. വളരെ സന്തോഷം. ഇപ്പോൾ ലോകത്തിൻ്റെ അങ്ങേ തലക്കിലൊക്കെ ആയ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. പിന്നെയാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മളെ നാട്ടിൽ നിന്ന് എല്ലാവരെയും കണ്ടിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മിസ്സിങ്ങൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ സഹായിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ബ്രദേഴ്സ് ഡേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് എ സ്മോൾ വേൾഡ്.